കോഴിക്കോട് കോർപ്പറേഷനിൽ LDFന് കേവല ഭൂരിപക്ഷം നഷ്ടമായത് 36 വോട്ടുകൾക്ക്. 47 വോട്ടിനാണ് 5 വാർഡുകൾ LDFനെ കൈവിട്ടത്. എങ്കിൽ 35 വോട്ടുകൾ നേടി LDF അധികാരം നിലനിർത്തി. ആകെ വോട്ടിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ മുന്നേറാനും ഇടതുപക്ഷത്തിന് കഴിഞ്ഞു. കോഴിക്കോട് കോർപ്പറേഷനിൽ ഇടതുമുന്നണിക്ക് കേവല ഭൂരിപക്ഷം നഷ്ടമായത് 36 വോട്ടുകൾക്കാണ്. ആകെയുള്ള 76 സീറ്റിൽ 35 വിജയിച്ച LDFന് 4 സീറ്റുകൾ കൂടി ലഭിച്ചാൽ കേവല ഭൂരിപക്ഷമായ 39 എത്താനാകുമായിരുന്നു. വെസ്റ്റ് ഹിൽ, നദീനഗർ, സിവിൽ സ്റ്റേഷൻ, ബേപ്പൂർ വാർഡുകൾ LDFന് നഷ്ടമായത് 36 വോട്ടുകൾക്ക്. 13 വോട്ടിന് നഷ്ടമായ വെള്ളിമാട് കുന്ന് കൂടി കൂട്ടിയാൽ 5 വാർഡുകൾ LDFന് നഷ്ടപ്പെട്ടത് 47 വോട്ടിനാണെന്ന് കാണാം. വെസ്റ്റ് ഹിൽ വാർഡ് 5 വോട്ടുകൾക്കാണ് LDFന് നഷ്ടമായത്. കോർപ്പറേഷനിലെ പുതിയ വാർഡായ നദീനഗർ LDFനെ കൈവിട്ടത് 6 വോട്ടുകൾക്കാണ്. സിവിൽ സ്റ്റേഷൻ, വെള്ളിമാട് കുന്ന് വാർഡുകൾ 11 വീതം വോട്ടിനും ബേപ്പൂർ വാർഡിൽ പരാജയപ്പെട്ടത് 13 വോട്ടിനുമാണ്. കോർപ്പറേഷനിൽ ആകെ പോൾ ചെയ്ത 3,32,305 LDF 1,25,505 വോട്ടുകൾ നേടിയപ്പോൾ UDFന് ലഭിച്ചത് 1,19,522 വോട്ടുകളാണ്. ഇടതുമുന്നണിക്ക് 5,983 വോട്ടുകളുടെ ലീഡ് കോഴിക്കോട് കോർപ്പറേഷനിലുണ്ട്. LDF കൈവശമുള്ള 4 നിയമസഭാ മണ്ഡലങ്ങൾ ഉൾപ്പെടുന്ന കോർപ്പറേഷൻ പരിധിയിലെ ലീഡാണിത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പിന്നിലായ ഇടതുമുന്നണിക്ക് ഇത്തവണ മുന്നോട്ടു പോകാനും കഴിഞ്ഞു. കൈരളി ന്യൂസ്, കോഴിക്കോട്.